ഹലോ, അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഒരു വീഡിയോ എന്ന് പറയുന്നത് ടീനേജേഴ്സിനും കോളേജ് ഗോയിങ് സ്റ്റുഡൻസിനും വേണ്ടിയിട്ടുള്ള ഒരു ബേസിക് സ്കിൻ കെയർ റൂട്ടീനാണ്. സ്കൂൾ ആൻഡ് കോളേജ് ലൈഫ് എന്ന് പറയുന്നത് തന്നെ ബിസി ലൈഫാണ്. അപ്പോൾ ബിറ്റ്വീൻ സ്കൂൾ അല്ലെങ്കിൽ എക്സാം, സോഷ്യൽ ലൈഫ്, അപ്പോൾ അതിൻ്റെയൊക്കെ ഇടയിൽ നമ്മൾ സ്കിൻ കെയർ ചെയ്യുക എന്നുള്ളത് കുറച്ച് ബുദ്ധിമുട്ടായ കാര്യം. അപ്പോൾ നമ്മളത് മറന്നു പോകുന്നൊരു കാര്യമാണല്ലേ. പക്ഷേ ഇപ്പം നിങ്ങൾ കുറച്ച് ടൈം ഒന്ന് കണ്ടെത്തി അല്ലെങ്കിൽ നിങ്ങൾക്ക് പറ്റുന്ന സമയത്തിനുള്ളിൽ നിങ്ങൾക്ക് സ്കിൻ കെയർ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ ഫ്യൂച്ചറിൽ ഉണ്ടാകുന്ന ഇഷ്യൂസൊക്കെ പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ആകും. നമ്മളിപ്പോൾ കിട്ടുന്ന സമയത്തൊന്ന് സ്കിൻ കെയർ ചെയ്യാൻ നോക്കിയാൽ പിന്നീട് ഉണ്ടാകുന്ന ഡൾനെസ് അല്ലെങ്കിൽ ആക്നെ സ്കാർസ് അല്ലെങ്കിൽ പെട്ടെന്നുള്ള ഏജിങ് ഒക്കെ നമുക്ക് തടയാനായിട്ട് പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് സിമ്പിൾ ആൻഡ് എഫക്റ്റീവ് ആയിട്ടുള്ള 3 സ്റ്റെപ്പാണ് ഉള്ളത്. അതിൽ ഒന്നാമത്തെ സ്റ്റെപ്പാണ് ക്ലെൻസിങ് എന്ന് പറയുന്നത്. അപ്പോൾ രാവിലെയും രാത്രിയും മുഖം വാഷ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അതും ഒരു ജെന്റിൽ ഫ്രാഗ്രൻസ് ഫ്രീ ക്ലെൻസർ വെച്ചിട്ട് അല്ലെങ്കിൽ ഒരു ഫേസ് വാഷ് വെച്ചിട്ടായിരിക്കണം ഫേസ് വാഷ് ചെയ്യേണ്ടത്. ഇനി നിങ്ങൾ ആക്നെ പ്രോൺ സ്കിൻ, പിമ്പിൾസ് ഒക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ സാലിസിലിക് ആസിഡ്, ബെൻസോയിൽ പെറോക്സൈഡ് പോലുള്ള ഇൻഗ്രീഡിയൻസ് അടങ്ങിയിട്ടുള്ള ഫേസ് വാഷ് ചൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ ഹാർഷ് ആയിട്ടുള്ള സ്ക്രബ്സ് ഒന്നും യൂസ് ചെയ്യാണ്ടിരിക്കാൻ നോക്കുക. സോപ്പ് പോലുള്ള ഹാർഡ് ആയിട്ടുള്ള ഐറ്റംസും യൂസ് ചെയ്യാണ്ടിരിക്കാൻ നോക്കുക. അതുപോലെ ഓവർ വാഷ് ചെയ്യരുത്. ഒരു ദിവസം രാവിലെയും രാത്രിയും മാത്രമേ ഫേസ് വാഷ് ചെയ്യാൻ പാടുള്ളൂ. അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നതാണ് മോയ്സ്ചറൈസിങ്. ഇപ്പോൾ നിങ്ങൾ ഓയിലി സ്കിന്നുള്ള ആൾക്കാരാണെങ്കിൽ പോലും മോയ്സ്ചറൈസർ സ്കിപ്പ് ചെയ്യാണ്ടിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ബിക്കോസ് അത് സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ സ്കിൻ മോർ ഓയിലി ആക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഒരു ലൈറ്റ് വെയ്റ്റ് നോൺ ഗ്രീസി ആയിട്ടുള്ള മോയ്സ്ചറൈസർ സെലക്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് എപ്പോഴും ഞാൻ റെക്കമെൻഡ് ചെയ്യുന്ന ഒരു മോയ്സ്ചറൈസർ എന്ന് പറയുന്നത് പോൺസിൻ്റെ ജെൽ മോയ്സ്ചറൈസറാണ്. അടുത്തതെന്ന് പറയുന്നത് മസ്റ്റ് ഹാവ്, അത് ഒരിക്കലും സ്കിപ്പ് ചെയ്യാൻ പറ്റാത്തൊരു സ്റ്റെപ്പാണ് സൺസ്ക്രീൻ അപ്ലൈ ചെയ്യുക എന്നുള്ളത്. ഇതൊരു ഗെയിം ചേഞ്ചർ സ്റ്റെപ്പ് എന്ന് വേണമെങ്കിൽ തന്നെ നമുക്ക് പറയാം. നിങ്ങൾ ഇൻഡോർ ആയിക്കോട്ടെ ഔട്ട്ഡോർ ആയിക്കോട്ടെ എല്ലാ ദിവസവും സൺസ്ക്രീൻ മസ്റ്റ് ആയിട്ട് ഇടാനായിട്ട് ശ്രദ്ധിക്കുക. ഡാർക്ക് സ്പോട്ട്സ്, റിങ്കിൾസ്, സൺ ഡാമേജ് ഇതിൽ നിന്നൊക്കെ നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് സൺസ്ക്രീനിന് പറ്റും. അപ്പോൾ വൈറ്റ് കാസ്റ്റ് ഇല്ലാത്ത, ഗ്രീസി ആയിട്ട് തോന്നിക്കാത്ത രീതിയിലുള്ള സൺസ്ക്രീൻസ് സെലക്ട് ആക്കാനായിട്ട് നോക്കുക. അതുപോലെ 40+ SPF ഉള്ള സൺസ്ക്രീൻസ് മസ്റ്റ് ആയിട്ട് സെലക്ട് ആക്കാനായിട്ട് നോക്കുക. അപ്പോൾ ഇത്രയാണ് ബേസിക് ആയിട്ടുള്ള 3 സ്റ്റെപ്സ് എന്ന് പറയുന്നത്. ഇനി നിങ്ങളുടെ സ്കിൻ കുറച്ചും കൂടെ ബെസ്റ്റ് ആയിട്ട് തോന്നിക്കാനുള്ള എക്സ്ട്രാ ടിപ്സും കൂടെ ഞാൻ പറഞ്ഞത്. അപ്പോൾ ജങ്ക് ഫുഡ്സ് ഒക്കെ ഒഴിവാക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ ഹെൽത്തി ആയിട്ടുള്ള ഫുഡ്സ് കഴിക്കാൻ നോക്കുക. അതുപോലെ തന്നെ ധാരാളം വെള്ളം കുടിക്കാനായിട്ട് നോക്കുക. ഇനി ആഴ്ചയിൽ 2 വട്ടമെങ്കിലും നിങ്ങളുടെ പില്ലോ കേസ് മാറ്റാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം അതിലുള്ള ബാക്ടീരിയസ് നിങ്ങളുടെ ഫേസിൽ പിമ്പിൾസും ആക്നെയൊക്കെ ഉണ്ടാക്കാനുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ ഉറങ്ങുന്ന സമയത്ത് എപ്പോഴും നിങ്ങളുടെ ഫേസിലുള്ള മേക്കപ്പ് റിമൂവ് ചെയ്തിട്ട് മാത്രം ഉറങ്ങാൻ ശ്രദ്ധിക്കുക. കാരണം ഇതും നിങ്ങളുടെ ഫേസിൽ ആക്നെ ഉണ്ടാക്കാനുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ പിമ്പിൾസ് കുത്തിപ്പൊട്ടിക്കാതിരിക്കുക. അങ്ങനെ ചെയ്യുന്നതും നിങ്ങളുടെ സ്കിൻ ഇറിറ്റേറ്റഡ് ആവാനുള്ള ചാൻസ് ഉണ്ട്. എനിക്കറിയാം നിങ്ങൾ ചിന്തിക്കുന്നത് എന്താണെന്നുള്ളത്. കാരണം സ്കിൻ കെയർ എന്ന് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾ ചിന്തിക്കുന്ന ഒരു കാര്യമായിരിക്കും സ്കിൻ കെയർ ഒക്കെ ചെയ്യാൻ തുടങ്ങിയാൽ തന്നെ എക്സ്പെൻസീവ് ആണെന്നുള്ളത്. പക്ഷെ ഒരിക്കലും വിഷമിക്കേണ്ട. നിങ്ങൾക്ക് പറ്റിയ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആൻഡ് അഫോർഡബിൾ ആയിട്ടുള്ള സ്കിൻ കെയർ പ്രൊഡക്ട്സിന് ഡിസ്ക്രിപ്ഷനിൽ ടാഗ് ചെയ്ത് കൊടുത്തേക്കാം. എന്തായാലും ചെക്ക് ചെയ്ത് നോക്കണം. അപ്പോൾ ഇത്രയാണ് സിമ്പിൾ ആൻഡ് സ്ട്രെസ് ഫ്രീ ആയിട്ടുള്ള എഫക്റ്റീവ് ആയിട്ടുള്ള സ്കിൻ കെയർ റൂട്ടീൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ ഇതുപോലുള്ള മോർ വീഡിയോസിന് വേണ്ടിയിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക.